ത്തോളമായി സിനിമാ മേഖലയിൽ നിന്നും അകന്ന് ജീവിക്കുകയാണ് താരം. സിനിമയിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ട ജീവിതമാണ് കനക നയിക്കുന്നത്. ചില കലാകാരന്മാരുടെ സ്വകാര്യ ജീവിതം അവരുടെ വിജയകരമായ സിനിമാ ജീവിതത്തെ പോലെ ആയിരിക്കില്ല. സിനിമാ കഥകളിലേക്കാളും ട്വിസ്റ്റാണ് ജീവിതത്തിൽ. മുൻകാല നടി കനക പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുകയാണ്. വ്യക്തമാക്കുകയാണെങ്കിൽ ഒരു ഏകാന്ത ജീവിതം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സിനിമാ തിയേറ്ററുകൾ സ്ഥാപിച്ച തെലുങ്ക് സിനിമയുടെ പിതാവായി പരക്കെ കണക്കാക്കപ്പെടുന്ന രഘുപതി വെങ്കയ്യ നായിഡുവിന്റെ കൊച്ചുമകളാണ് ദേവിക. ദേവിക MGR, ശിവാജി ഗണേശൻ തുടങ്ങിയ താരങ്ങളോടൊപ്പം അഭിനയിച്ച പ്രതിഭയാണ്. ദേവികയുടെ മകളാണ് കനക. കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലൂടെ 1989 കനക അഭിനയ രംഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് തങ്കമന റാസ, സീത, പെരിയ എടുത്തുപിള്ളി, പെരിയ വീട് പനക്കാരൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. അതിശയ പിറവിയിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ നായികയും അവർ അഭിനയിച്ചു. എന്നിരുന്നാലും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ 1991 പുറത്തിറങ്ങിയ മലയാള ചിത്രമായ ഗോഡ്ഫാദറാണ് കനകയുടെ കരിയറിനെ മാറ്റിമറിച്ചത്. 400 ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയ ചിത്രമാണിത്. കനകയ്ക്ക് താമസിയാതെ അവസരങ്ങളുടെ ഒരു പ്രളയം ലഭിക്കാൻ തുടങ്ങി. പക്ഷേ അവർ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. കുസൃതിക്കാറ്റ്, മംഗളസൂത്രം മുതൽ മണ്ണടിയാർ പെണ്ണിന്, ചെങ്കോട്ട ചെക്കൻ, ഭൂപതി, മന്ത്രി കൊച്ചമ്മ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. അവസാനമായി അവർ മലയാള ചിത്രമായ ഈ മഴ തേൻമഴയിലാണ് അഭിനയിച്ചത്. കനക കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അവരുടെ അമ്മ മരിക്കുന്നത്. 2002 മരണം സംഭവിച്ചത്. ഇത് അവരെ പൂർണ്ണമായും തകർത്തു. അച്ഛന് കനക സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. 2018 ഒരു അഭിമുഖത്തിൽ കനക അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ അമ്മയുടെ കരിയർ നശിപ്പിച്ചത് എന്റെ അച്ഛനാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്കും ഉത്തരവാദിയും അദ്ദേഹമാണ്. എന്നെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ഞാൻ മാനസികമായി അസ്വസ്ഥയാണെന്നും എന്റെ അമ്മയൊരു മോശം സ്ത്രീയാണെന്നും അദ്ദേഹം പറയാറുണ്ട്. ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അത്തരം പെരുമാറ്റം കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലും നിർത്തി. 6ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളൂ. കാരണം അദ്ദേഹം വന്ന് എന്നെ കൊണ്ടുപോകുമോ എന്ന് എന്റെ അമ്മ ഭയപ്പെട്ടിരുന്നു. മരണത്തിന് മുമ്പ് വരെ അവർ വളരെയധികം കഷ്ടപ്പെട്ടു. അഭിനയിക്കാനുള്ള എന്റെ തീരുമാനത്തെ മാത്രമാണ് അമ്മ പിന്തുണച്ചതെന്ന് കനക പറയുന്നു. ഇന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ചെന്നൈയിലെ തന്റെ വീട്ടിൽ കനക ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. 2000കളുടെ അവസാനത്തിൽ കനക കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറെ വിവാഹം കഴിച്ചു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നിരുന്നാലും 2010 ഒരു അഭിമുഖത്തിൽ വിവാഹത്തിന് 15 ദിവസത്തിന് ശേഷം തന്റെ ഭർത്താവ് മുങ്ങിയെന്നും അതിനുശേഷം അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അവർ വെളിപ്പെടുത്തി. അതിനുശേഷം കനക മരിച്ചു എന്നുവരെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. താൻ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് TV ഇന്റർവ്യൂവിൽ വന്ന് കനകയ്ക്ക് പറയേണ്ടി വന്നു. എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും നല്ലവരെ പോലെ ഇരിക്കും. അവസാനം അവർ ചതിക്കും. അതുകൊണ്ട് ആരും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതെന്നാണ് കനക പറയുന്നത്. Entertainment Desk, സി മലയാളം ന്യൂസ്.